ഹലോ ഫ്രണ്ട്സ്, ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയുടെ വിഷയം എന്ന് പറഞ്ഞാൽ മുമ്പ് ചെയ്ത ഒരു വീഡിയോയിൽ വന്ന ഒരു സംശയമാണ്, ഒരു കമൻ്റാണ്. അത് ഈ കാണുന്ന കമൻ്റാണ്. മുന്നാധാരമില്ലാത്ത നഷ്ടപ്പെട്ട ഒരു ഭൂമി വാങ്ങുന്നതിനെക്കുറിച്ചും കൊടുക്കുന്നതിനെക്കുറിച്ചും ആ സ്ഥലം ഒരു ബാങ്ക് ലോണിന് സാധിക്കുമോ എന്നതിനെക്കുറിച്ചും ഒരു വിശദമായ വീഡിയോ ചെയ്യാമോ? പിന്നെ ഒരു തരത്തിലും പകർപ്പെടുപ്പ് എടുക്കാനാവാത്ത തരത്തിൽ പൊടിഞ്ഞു പോയി എന്ന സബ് രജിസ്റ്റർ ഓഫീസിൽ നിന്നും ലഭിക്കുന്ന സർട്ടിഫിക്കറ്റിന് എന്തെങ്കിലും മൂല്യമുണ്ടോ, അതിനെക്കുറിച്ചും വീഡിയോയിൽ ഉൾപ്പെടുത്താമോ എന്ന കമൻറ്റാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പ് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റായി ചോദിക്കുക. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ വീഡിയോയിൽ മുമ്പ് പറഞ്ഞതുപോലെ ഈ കമൻറ്റിൽ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. മുന്നാധാരമില്ലാത്ത അല്ല നഷ്ടപ്പെട്ട ഒരു വസ്തു വാങ്ങിയാൽ അല്ലെങ്കിൽ കൊടുക്കുന്നതിനെക്കുറിച്ച് എന്താണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ മുന്നാധാരമില്ലാത്ത നഷ്ടപ്പെട്ട ഒരു ഭൂമി വാങ്ങുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഞാൻ മുമ്പ് മുന്നാധാരമില്ലാതെ രജിസ്ട്രേഷൻ നടപടി എങ്ങനെ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു വസ്തു വാങ്ങുന്നതിന് തെറ്റൊന്നുമില്ല. പക്ഷേ ആ വസ്തുവിൻ്റെ ഉടമസ്ഥാവകാശവും അല്ലെങ്കിൽ ആധാരത്തിലെ കണ്ടൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കി അത് കൃത്യമാണോ എന്ന് നിങ്ങൾ ബോധ്യപ്പെടേണ്ടതുണ്ട്. അത്തരത്തിൽ ഉത്തമ ബോധ്യത്തോടു കൂടി ഒരു വസ്തു വാങ്ങുന്നതിൽ യാതൊരു തടസ്സവുമില്ല. അതേപോലെ ഇങ്ങനെ മുന്നാധാരമില്ല അല്ലെങ്കിൽ ആധാരമില്ലാത്ത വസ്തുവാണെന്ന് മനസ്സിലാക്കുമ്പോൾ അയാൾ നമുക്ക് തരുന്നയാൾ അല്ലെ നമ്മൾ വാങ്ങുന്ന ആളുടെ കയ്യിൽ നിന്നാണോ അയാൾ ഒരു ആധാരം നഷ്ടപ്പെട്ടാൽ നടത്തേണ്ട കാര്യങ്ങൾ, അതായത് ഒരു പോലീസ് കംപ്ലയിൻറ്റ് കൊടുക്കണം, അതുപോലെ പത്രത്തിൽ പരസ്യം ചെയ്യണം, നോട്ടറി അഫിഡവിറ്റ് വേണം, അല്ലെങ്കിൽ സർട്ടിഫൈഡ് കോപ്പി ഒക്കുപ്പ് ചെയ്യണം, അല്ലെങ്കിൽ രജിസ്റ്റർ ഓഫീസിൽ ഇൻറ്റിമേറ്റ് ചെയ്യണം. അങ്ങനെ കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഇതെല്ലാം കംപ്ലൈ ചെയ്തിട്ടുണ്ടോ, ഈ കാര്യങ്ങളെല്ലാം അയാൾ ചെയ്തിട്ടുണ്ടോ, നടപടിക്രമങ്ങൾ പാലിച്ചിട്ടുണ്ടോ എന്ന് നോക്കുക. അതല്ലെങ്കിൽ നമുക്കറിയാൻ സാധിക്കില്ല, ഏതെങ്കിലുമൊക്കെ പ്രൈവറ്റ് ബാങ്കിൽ ആധാരം പണയം വെച്ചിരിക്കുകയാണോ എന്ന് നമുക്ക് നഷ്ടപ്പെട്ടു എന്ന വെറും വാക്കിൻ്റെ പുറത്ത് മനസ്സിലാക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഈ കാര്യങ്ങൾ നിങ്ങൾ ബോധ്യപ്പെടാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്തരത്തിൽ എല്ലാ കാര്യങ്ങളും കംപ്ലൈ ചെയ്തിട്ടുള്ള ഒരു വസ്തുവാണെങ്കിൽ നിങ്ങൾ ഉത്തമ ബോധ്യപ്പെട്ടു, ഈ വിൽക്കുന്ന ആൾക്ക് ഉടമസ്ഥാവകാശമുണ്ട്, ഈ ആധാരത്തിൻ്റെ കണ്ടന്റ് എന്താണ്, അതിനകത്ത് ബാധ്യതകളൊന്നുമില്ല എന്ന് നിങ്ങൾക്ക് ഉത്തമം ബോധ്യപ്പെട്ടെങ്കിൽ അത്തരത്തിലുള്ള വസ്തു വാങ്ങുന്നതിൽ തെറ്റില്ല. ഇനി ഇതിനകത്ത് രണ്ടാമത്തെ പോർഷൻ എന്ന് പറയുന്നത്, ഇത്തരത്തിൽ മുന്നാധാരമില്ലാത്ത വസ്തു ബാങ്ക് ലോൺ എടുക്കാൻ സാധിക്കുമോ അല്ലെങ്കിൽ ബാങ്ക് ലോൺ എടുക്കുന്നതിനെ ബാധിക്കുമോ? തീർച്ചയായിട്ടും ബാധിക്കും. പ്രത്യേകിച്ച് നാഷണലൈസ്ഡ് ബാങ്കിൽ നിന്നൊന്നും ഇത്തരത്തിൽ ആധാരം നഷ്ടപ്പെട്ട ഭൂമി പണയത്തിനെടുക്കില്ല. അല്ലെങ്കിൽ നമുക്ക് ലോൺ അഗൈൻസ്റ്റ് പ്രോപ്പർട്ടി വെച്ച് അല്ലെങ്കിൽ ആ വസ്തു വെച്ച് അല്ലെങ്കിൽ വീട് വെച്ചിട്ട് നമുക്ക് ലോൺ എടുക്കാൻ സാധിക്കില്ല. പിന്നെയും നമ്മുടെ നേരെ ടൈറ്റിൽ ഡീഡിന് തൊട്ട് 1-2 ആധാരങ്ങൾക്ക് മുമ്പുള്ള ആധാരമാണെങ്കിൽ, അല്ലെങ്കിൽ അവർ പറയുന്ന ക്രൈറ്റീരിയയ്ക്കുള്ളിൽ പെടാത്ത ആധാരമാണെങ്കിൽ, ഇപ്പോൾ 15 വർഷമാണ് HDFC ബാങ്ക് പോലുള്ള പ്രൈവറ്റ് ബാങ്കുകൾ ലോൺ എടുക്കുന്നതിന് 15 വർഷം വരെയുള്ള മുന്നാധാരങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ 15 വർഷത്തിന് അപ്പുറത്തുള്ള ആധാരമാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. അതല്ലാതെ സ്ട്രിക്റ്റായിട്ടും കിട്ടേണ്ട ക്രൈറ്റീരിയയിൽ പെട്ട ആധാരങ്ങളാണെങ്കിൽ പല ബാങ്കുകളും ലോൺ കൊടുക്കാൻ മടിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നാഷണലൈസ്ഡ് ബാങ്കിൽ നിന്നും കിട്ടില്ല. ഇനി ഈ പറയുന്നതുപോലെ സ്വകാര്യ ബാങ്കുകളാണെങ്കിൽ ഈ ആധാരങ്ങൾക്ക് ശേഷം ഈ 15 വർഷത്തിന് ഉൾപ്പെടുന്ന ആധാരമാണെങ്കിലും ഈ ആധാരങ്ങൾക്കും നിങ്ങളുടെ ഒറിജിനൽ ടൈറ്റിൽ ഡീഡിനും ഇടയിൽ കുറേയധികം ആധാരങ്ങൾ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ അവർ സമ്മതിച്ചേക്കാം. അതല്ലെങ്കിൽ നിങ്ങളുടെ പ്രോപ്പർട്ടി, നിങ്ങൾക്ക് ടൈറ്റിൽ ഡീഡ് ഉണ്ട്, മുന്നാധാരം നഷ്ടപ്പെട്ടു പോയെങ്കിലും ഈ പറയുന്ന കാര്യങ്ങൾ കംപ്ലൈ ചെയ്തിട്ടുണ്ട്, തൃപ്തികരമാണ് എന്ന് ബാങ്കിന് ബോധ്യപ്പെട്ടാൽ ചില പ്രൈവറ്റ് ബാങ്കുകൾ ലോൺ തരാം. അതും 100% ഒന്നും ലോൺ കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട. ഒരു പോസിബിലിറ്റിയാണ് ഞാൻ പറഞ്ഞത്. ഈ പറഞ്ഞ ക്രൈറ്റീരിയകളെല്ലാം കംപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അതുപോലൊരു കസ്റ്റമർ ആണെങ്കിൽ, വാല്യൂ ഉള്ള പ്രോപ്പർട്ടി ആണെങ്കിൽ ഒരു പക്ഷേ ബാങ്കുകൾ ലോൺ തരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതാണ് ബാങ്ക് ലോണുമായി ബന്ധപ്പെട്ട് മുന്നാധാരം നഷ്ടപ്പെട്ട ഭൂമിയുടെ അവസ്ഥ. ഇനി മറ്റൊരു ചോദ്യം, ബാങ്ക് ലോണുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് വേണ്ട ഒരു മുന്നാധാരം നിങ്ങളുടെ കയ്യിൽ കോപ്പിയില്ല, അതിൻ്റെ പകർപ്പ് എടുത്തു തരാൻ അപേക്ഷ കൊടുത്തപ്പോൾ പൊടിഞ്ഞു പോയി എന്നൊരു കമൻറ്റ് വന്നു. പൊടിഞ്ഞു പോയി, നഷ്ടപ്പെട്ടു, പകർപ്പെടുക്കാനാവാത്ത രീതിയിൽ നഷ്ടപ്പെട്ടു എന്നൊരു സർട്ടിഫിക്കറ്റ് കിട്ടിയതുകൊണ്ട് കാര്യം നടക്കുമോ എന്നാണ്. നമ്മൾ സാധാരണഗതിയിൽ ഒരു ആധാരം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതിൻ്റെ നമുക്ക് ചെയ്യാൻ കഴിയും ഒരു സർട്ടിഫൈഡ് കോപ്പി എടുക്കാൻ സാധിക്കും, അടയാള സഹിതം പകർപ്പ് എടുക്കാൻ സാധിക്കും. ഒരിക്കലും നഷ്ടപ്പെട്ട ആധാരത്തിന് പകരമല്ല സർട്ടിഫൈഡ് കോപ്പി അല്ലെങ്കിൽ ശരി പകർപ്പ് അല്ലെങ്കിൽ അടയാള സഹിത പകർപ്പ് എന്ന് പറയുന്നത്. ആർക്ക് വേണമെങ്കിലും ഒരു ആധാരത്തിൻ്റെ വിവരങ്ങൾ അറിയാവുന്ന ഏതൊരു വ്യക്തിക്കും
ഏതൊരു ആധാരത്തിൻ്റെയും സർട്ടിഫൈഡ് കോപ്പി എടുക്കാൻ സാധിക്കും. അപ്പോൾ എനിക്ക് എൻ്റെ ആധാരത്തിൻ്റെ ഡീറ്റെയിൽസ് അറിയാവുന്ന ആൾക്ക്, അല്ല ആധാരത്തിൻ്റെ നമ്പർ അറിയാവുന്ന ആൾക്ക് സർട്ടിഫൈഡ് കോപ്പി, ആധാരത്തിൻ്റെ സർട്ടിഫൈഡ് കോപ്പി കൺസേൺഡ് രജിസ്റ്റർ ഓഫീസിൽ നിന്ന് എടുക്കാം. അപ്പോൾ അത്തരത്തിലുള്ള സർട്ടിഫൈഡ് കോപ്പി യഥാർത്ഥത്തിൽ ഒറിജിനലിന് തുല്യമാകില്ല, അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ആകില്ല. അപ്പോൾ ഇത്തരത്തിൽ നഷ്ടപ്പെട്ടു പോയി അല്ലെങ്കിൽ പൊടിഞ്ഞു പോയി പകർപ്പെടുക്കാൻ സാധിക്കില്ല എന്നൊരു സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് കൊണ്ട് നമുക്ക് ആധാരം സെക്യൂർ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ലോണിലേക്ക് അത് കൺസിഡർ ചെയ്യാൻ ഒരു പരിധിക്കപ്പുറത്തേക്ക് പറ്റില്ല. അതിൻ്റെ കാര്യം ഇതാണ്, നമ്മൾ പകർപ്പെടുക്കുക എന്ന് പറയുന്ന സർട്ടിഫൈഡ് കോപ്പിയാണ്. സർട്ടിഫൈഡ് കോപ്പിയെ ഒരിക്കലും ഒറിജിനലിൻ്റെ തത്തുല്യമായിട്ട് കൺസിഡർ ചെയ്യാൻ കഴിയില്ല. പിന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഇൻസ്ട്രുമെൻ്റായിട്ട്, അതല്ലെങ്കിൽ നമുക്ക് കോടതിയിൽ എന്തെങ്കിലും തെളിവിലേക്കൊക്കെ സമർപ്പിക്കുമ്പോൾ ഉപയോഗിക്കാവുന്നതിലപ്പുറത്തേക്ക് അതൊരു ഒറിജിനൽ രേഖയ്ക്ക് പകരം വെക്കാൻ പറ്റുന്ന രേഖയല്ല. അതുകൊണ്ട് തന്നെ അതിന് അത്രയും വാല്യൂ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്തരത്തിൽ നഷ്ടപ്പെട്ടു പോയി എന്നൊരു സർട്ടിഫിക്കറ്റ് ഉള്ളതുകൊണ്ട് അത് വെച്ച് ലോൺ ലഭിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട, അല്ലെങ്കിൽ കോപ്പി എടുക്കാൻ കഴിയാത്ത രീതിയിൽ പൊടിഞ്ഞു പോയെന്നുള്ളൊരു സർട്ടിഫിക്കറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് ലോൺ ലഭിക്കുമെന്ന് ആരും പ്രതീക്ഷിക്കേണ്ട. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന ആശയം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത്തരത്തിൽ ആധാരം പകർപ്പെടുക്കാൻ കഴിയാത്ത രീതിയിൽ നശിച്ചു പോയി എന്ന സബ് രജിസ്ട്രാറിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് ഉള്ളത് കൊണ്ട് അതിന് മൂല്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ആ സർട്ടിഫിക്കറ്റിന് ഒരു വാല്യൂ ഉണ്ട്, പക്ഷേ അത് ലോണിലേക്ക് അത് പകരം വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സർട്ടിഫിക്കറ്റായി കൺസിഡർ ചെയ്യില്ല എന്നാണ് പറയാനുള്ളത്. അപ്പോൾ മുന്നാധാരവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇത്തരത്തിൽ മുന്നാധാരവുമായി ബന്ധപ്പെട്ട് വസ്തുവുമായി ബന്ധപ്പെട്ട് നിരവധി വീഡിയോകൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്ലേലിസ്റ്റ് ഡിസ്ക്രിപ്ഷനിൽ ഉൾപ്പെടുത്താം, അതൊന്ന് കണ്ട് മനസ്സിലാക്കുക. ഇത്തരത്തിൽ ഉപകാരപ്രദമായ വീഡിയോകൾ തുടർന്ന് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റായി ചോദിക്കുക, ഇത്തരത്തിൽ വീഡിയോ ആയി ചെയ്യുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണും വരെ ബൈ. താങ്ക് യു.